ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സഹ്ല. നിങ്ങളെല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഗവൺമെൻറ് പറയുന്നതൊക്കെ അനുസരിച്ച് എല്ലാവരും വീടുകളിൽ തന്നെ സേഫായിട്ട് ഇരിക്കാൻ ശ്രമിക്കണം. ഈ ഒരു വിഷമഘട്ടവും നമ്മൾ കടന്നു പോകും. നമ്മളിതിനെ അതിജീവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതുവരെ എല്ലാവരും സേഫായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് കേട്ടോ ഇതുവരെ വീഡിയോസൊന്നും ചെയ്യാതിരുന്നത്. കുറേ റിക്വസ്റ്റഡ് വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ചെയ്യാനുള്ളൊരു മൂഡില്ലാത്തതുകൊണ്ടാണ് ഇതുവരെ വീഡിയോസൊന്നും ചെയ്യാതിരുന്നത്. പിന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം നമ്മളൊക്കെ ടിക്ടോക്കിലൂടെയൊക്കെ വൈറലായിട്ടുള്ള ഒരു ചക്ക ചില്ലിയുടെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും ഉണ്ടാക്കി നോക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസണാണല്ലോ, ചക്കയൊക്കെ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും കിട്ടുന്നൊരു കാലമാണല്ലോ. അപ്പോൾ ഇടിച്ചക്ക കിട്ടിയ സമയത്ത് എന്നാൽ പിന്നെ അതൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ നിങ്ങൾ കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഞാനിതാ ഇതുപോലെ ഒരു ചെറിയ ഇടിച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ഉണ്ടാക്കാനായിട്ട് ഞാനൊരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ മുളക് പൊടി എടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. ഇനി ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്താലും മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. ഇനി 2 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് വ്യത്യാസം വരും കേട്ടോ. നിങ്ങൾ എത്രയാണ് ഇടിച്ചക്ക എടുക്കുന്നത് അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത ഈ ഒരു ഇടിച്ചക്കയുടെ അളവിനനുസരിച്ചിട്ടുള്ള പൊടികളാണ് ഇപ്പോൾ ഞാൻ ചേർക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് കുറച്ച് വിനീഗറാണ്, ഇതല്ലെങ്കിൽ ഒരു നാരങ്ങയുടെ നീരൊഴിച്ചാലും മതി. ഇനി കുറച്ച് വെള്ളമൊഴിച്ച് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ചേർത്തിട്ടില്ല, അപ്പോൾ ഞാൻ കുറച്ച് അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചക്കയെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതല്ലെങ്കിൽ ഒരു മിനിമം 10 മിനിറ്റെങ്കിലും വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. മിനിമം ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങളിതിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴായിരിക്കും നമ്മളിതിൽ ചേർത്ത മസാലയൊക്കെ ഇതിൽ ഈ ചക്കയിൽ നന്നായിട്ട് പിടിച്ചിട്ട് നല്ലൊരു കോട്ടിങ്ങോട് കൂടി തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുക. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല വേവ് ഉണ്ട് കേട്ടോ ചക്കക്ക്. അപ്പോൾ നമ്മുടെ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് ചക്ക ഇട്ടതിന് ശേഷം ഒന്ന് തീ മീഡിയത്തിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത്. കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ചധികം കറിവേപ്പില ഇട്ടോളൂ. ഇപ്പോൾ ഇത് ഏകദേശം ആയി തുടങ്ങുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് എടുത്തിട്ടൊന്ന് കഴിച്ചു നോക്കിയാൽ മതി, ആയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്കപ്പോൾ മനസ്സിലാകും. കറക്റ്റ് പരുവാണെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ആദ്യത്തെ ട്രിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് നാരങ്ങ നീരൊക്കെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് കഴിക്കാനാണ് കേട്ടോ ഇത് കൂടുതൽ ടേസ്റ്റ്. നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കുകയും വേണം. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു വട്ടമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. ലോകം മുഴുവൻ COVID-19 വ്യാപിക്കുന്ന ഈ ഒരു സമയത്ത് ഇതെല്ലാം പെട്ടെന്ന് ശരിയായി നോർമൽ ലൈഫിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതുവരെ എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.